നമസ്കാരം. 136 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിയായിട്ടുള്ളതല്ല, കുറച്ചൊരു ഓക്സിലറി സബ്ജക്റ്റാണ്. ഒരു പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് സാധാരണ രീതിയിൽ ചെയ്യാറില്ല, അഥവാ ഞാൻ അത്ര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയല്ല. പക്ഷേ അതേസമയം തന്നെ വളരെയധികം പേർ എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് 40-45 വയസ്സായി, പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊന്നും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മക്കളൊക്കെ വളർന്നു വരുന്നു. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് ഒരു 50 വയസ്സോ 55 വയസ്സോ ആകുമ്പോഴത്തേനും എനിക്ക് ഒരു 20 വയസ്സ് മുതലേ ഉള്ള ഒരു സേവിങ്സ് നടത്തുന്ന പോലെയുള്ള നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്ങിനകത്ത് എത്താൻ പറ്റുമോ? കാരണം നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോകൾ കാണുന്നുണ്ടാവും. ഒരു ദിവസത്തെ എൻ്റെ വരുമാനം 10 ലക്ഷം രൂപ, ഞാൻ 1 ലക്ഷം രൂപ ഇട്ടിട്ട് F&O നടത്തി 10 ലക്ഷം രൂപ കിട്ടി, 15 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇതൊക്കെ കാണുമ്പോൾ പലരുടെ മനസ്സിലുള്ളൊരു കാര്യം അതാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ 10 ഇരട്ടിയൊക്കെ ആക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ടും നഷ്ടപ്പെട്ട വർഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ കുറേ പേര് 40-40 വയസ്സ് ഇൻ ആൻഡ് അറൗണ്ട് 40 ഇയേഴ്സിൻ്റെ അകത്ത് ചോദിച്ചു. അതിനൊക്കെ ഞാൻ പല ഉത്തരങ്ങളൊക്കെ കൊടുത്തു. വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഞാൻ അതിൻ്റെ അകത്തൊരു വലിയൊരു എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും കൊടുക്കാൻ കാര്യമായി കഴിയാറില്ല. പക്ഷേ എങ്കിലും ഇതേപോലുള്ള ചോദ്യങ്ങൾ വളരെയധികം കൂടി വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയൊരു റിസർച്ചൊക്കെ നടത്തിയത്. അപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇതേ കൺസേൺസ് ഉള്ള ഒരു ലോകം മൊത്തം വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ 40 വയസ്സെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മധ്യവയസ്സെന്ന് പറയാം. കാരണം നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം ഏകദേശം പറയപ്പെടുന്ന ഒരു 76-78, നമുക്ക് റഫായിട്ട് ഒരു 80 വയസ്സെന്ന് കണക്ക് കൂട്ടിയാൽ അതിൻ്റെ പകുതിയായി 40. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സാകുമ്പോഴത്തേനും കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ മക്കളൊക്കെ ഒരു 10ാം ക്ലാസ്സിലോളം ഒക്കെ എത്തിക്കാണണം. അപ്പോൾ അവർ ഹയർ എഡ്യൂക്കേഷനെക്കുറിച്ചും ചിലരൊക്കെ മക്കളുടെ കല്യാണങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന ഒരു സമയമാണത്. അടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ വലിയൊരു ലംസം കണ്ടെത്തണം, അങ്ങനെയൊക്കെയുള്ള സീരിയസ് ആയിട്ടുള്ള ആലോചന. പിന്നെ റിട്ടയർമെൻറ്റിന് ഒരു 10-15 വർഷമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഏകദേശമൊക്കെ കയറി പിടിക്കാൻ പറ്റിയ സമയമൊക്കെ ആയി. അപ്പം അങ്ങനെയുള്ള വ്യാകുലതകളൊക്കെയാണ് ഈ 40 വയസ്സിൻ്റെ അകത്ത് പലരെയും ഇങ്ങനെയുള്ള ഗഗനമായ ചിന്തകളിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പിന്നാമ്പുറമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, എത്രയും നേരത്തെ നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ, അതായത് മന്ത്ലി ഇടുന്ന പോലെയോ ക്വാർട്ടർലി ഇടുന്ന പോലെയോ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രത്തോളം നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു 55 വയസ്സിൽ റിട്ടയർ ആകുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അഥവാ റിട്ടയർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ 25ാം വയസ്സ് മുതൽ നിങ്ങൾ ഒരു 1000 രൂപ വെച്ചിട്ട് ഓരോ മാസവും നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 55ാം വയസ്സിൽ, അതായത് 30 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 36 ലക്ഷം രൂപ ലഭിക്കും. അപ്പോൾ ഇന്ത്യയിലെ കഴിഞ്ഞൊരു 20 വർഷത്തെ ഒരു ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺസ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ആവറേജ് ഏതിൻ്റെ അകത്തുള്ള ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺസ് നമ്മൾ നോക്കുമ്പം ഒരു ഏകദേശം ഒരു 10 മുതൽ 12% വരെ കൂട്ടുകളുള്ള കഥയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ ഇയാൾ 25 വയസ്സിൽ തുടങ്ങുന്നതിന് വരെ 35 വയസ്സിൽ തുടങ്ങിയെന്ന് കരുതുക. 35 വയസ്സിൽ നിങ്ങൾ 1000 രൂപ വെച്ചിട്ട് നിങ്ങൾ 55 വയസ്സ് വരെ, അതായത് നിങ്ങൾ 20 വർഷം നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ, 30 വർഷം നിങ്ങൾ നിക്ഷേപിച്ചാൽ 36 ലക്ഷം രൂപ ലഭിക്കുന്നിടത്ത് നിങ്ങൾക്കിത് വെറും 10 ലക്ഷം രൂപയെ ലഭിക്കും. ഇതേ ആൾ തന്നെ 45ാം വയസ്സിലാണ് ഈ 1000 രൂപ വെച്ച് നിങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.25 ലക്ഷമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു കുറവാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സേവിങ്സ് നേരത്തെ തുടങ്ങണമെന്ന് പറയുന്നത്. കാരണം നേരത്തെ തുടങ്ങുമ്പം ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വലിയൊരു കോർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വയസ്സിൽ, ഒരു 40ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞൊന്നും പിന്നെ പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ 40 വയസ്സായി. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാവി പ്ലാൻ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ജനറലി ഒരു 8-10 സ്റ്റെപ്സാണ് ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി കുറച്ച് F&O ചെയ്ത് അല്ലെങ്കിൽ ഹൈ റിസ്ക് സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് പെട്ടെന്ന് പണം ഉണ്ടാക്കാം, നഷ്ടപ്പെട്ടു പോയ 20 വർഷത്തെ ആ ഒരു സമ്പാദ്യം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊരു തോന്നലായിരിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഒരു വിചാരമായിട്ട് മുമ്പോട്ട് പോകരുത്. മറ്റൊന്നും കൊണ്ടല്ല, പ്രായത്തിനനുസരിച്ചുള്ള റിസ്ക് പ്രൊഫൈലിങ് സാധാരണ രീതിയിൽ ജനറലായിട്ട് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ഇപ്പോൾ 25ാം വയസ്സിലുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകന് എടുക്കാൻ പറ്റുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം അയാൾക്ക് ഇനിയും വളരെയധികം മുമ്പോട്ട് ഏണിങ്ങിനുള്ള ടൈം അവിടെ ലഭിക്കും. അതേസമയം ഒരു 35 വയസ്സായുള്ള റിസ്ക് പ്രൊഫൈല് കുറച്ചും കൂടെ കുറവായിരിക്കും.
കാരണം ഏണിങ്ങിനുള്ള ടൈം പോവും. കൂടാതെ 35 വർഷം വരെ വയസ്സ് വരെ ഉണ്ടാക്കിയ ചിലപ്പം പണം ഈ ഒരു ഹൈ റിസ്ക് പ്രൊഫൈലിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അപ്പോൾ 25 വയസ്സിലെടുക്കുന്ന അത്ര റിസ്ക് നിങ്ങൾക്ക് ഹൈ റിസ്ക്കിലാണ് 25 വയസ്സിൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 35 വയസ്സാകുമ്പോഴത്തേനും ഒരു മോഡറേറ്റ് റിസ്ക് ഇടത്തരം റിസ്ക്കിലേക്ക് മാറും. 45 വയസ്സാകുമ്പോഴത്തേനും റിസ്ക് താരതമ്യം കുറഞ്ഞ രീതിയിലായിരിക്കണം. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ 25 വയസ്സുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു F&Oയിൽ ഓപ്ഷൻസിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ ബ്ലൈൻഡ് ബൈയിങ് ഒക്കെ വേണമെങ്കിൽ നടത്താം. കാരണം മൊത്തം പൈസ 100% ക്യാപിറ്റലിൽ പോയാലും വലിയ കുഴപ്പമില്ല, തിരിച്ചുണ്ടാക്കാമെന്നുള്ളൊരിതുണ്ട്. പക്ഷേ 35 വയസ്സാകുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഓപ്ഷനിൽ തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രെഡുകളോ അല്ലെങ്കിൽ ഹെഡ്ജ്ഡ് പൊസിഷൻസൊക്കെ പറ്റുകയുള്ളൂ. അതേസമയം 45 വയസ്സാകുമ്പോഴത്തേനും ഓപ്ഷൻ്റെ അത്ര ഹൈ റിസ്ക് ഹൈ റിവാർഡ് എന്ന് പറയുന്ന ഒരു സാധ്യതകളെ മുമ്പിലില്ല. അതിന് പകരം നിങ്ങൾ ബ്ലൂ ചിപ്പ് കമ്പനികളിലൊക്കെ ഡയറക്റ്റായിട്ട് നിക്ഷേപിച്ച് ഡിവിഡൻ്റൊക്കെ വളരെ കൂടുതലുള്ള അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാറേണ്ടി വരും. ഞാനൊരു റിസ്ക് പ്രൊഫൈലിംഗ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പ്രായത്തിനനുസരിച്ച് എന്ത് മാറുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ആവണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ചെറിയ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് 40 വയസ്സായി, ഇനി എനിക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി F&Oയിലോ അല്ലെങ്കിൽ ഹൈ റിസ്ക് പെനി സ്റ്റോക്കുകളിലിട്ടോ പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. ആ ഒരു പ്ലാൻ ആദ്യം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. നമ്മുടെ എന്താ പറയുന്നത് മാനസികാവസ്ഥ അതിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കണം. നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടേത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ മൊത്തം വേണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 40 വയസ്സായി 45 വയസ്സായി, നിങ്ങളപ്പോൾ ഇനി അടുത്തത് ഒരു 55 വയസ്സിലേക്ക് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സേവ് ചെയ്യണം, എനിക്ക് കുറച്ചും കൂടി ഒരു സാമ്പത്തിക ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണമെന്നൊക്കെ എല്ലാം കരുതി നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അങ്ങനെയൊക്കെ ഉള്ളവർ കരുതുന്നു ഇല്ല നമ്മൾ ഇനിയും കുറച്ചും കൂടി എൻജോയ് ചെയ്ത് വേൾഡ് ടൂറൊക്കെ നടക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊന്നും അത്ര ഫലപ്രദമായിക്കൊള്ളുന്ന നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു 10 വർഷം 15 വർഷത്തേക്ക് നമ്മൾ സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഒരേപോലെ തോന്നണം. രണ്ടുപേരും ഏക മനസ്സോടുകൂടി മുമ്പോട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലത്തെ ഒരു ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചിലരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കും എന്തിനാണ് ഇത്രയൊക്കെ സേവ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ ഇത് നിങ്ങൾ ജീവിത പങ്കാളിയുടെ കഥ പറഞ്ഞ പോലെ തന്നെ ജീവിത പങ്കാളിയും അടുത്തിരിക്കുന്നവരൊക്കെ ചോദിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്നതിന് പല പല കാരണങ്ങളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ പലപ്പോഴും സേവ് ചെയ്യുന്നത്, നമുക്കോ നമ്മുടെ മക്കൾക്കോ വേണ്ടി മാത്രമല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ സേവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള പണത്തിൻ്റെ ആവശ്യകത മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് പറയാം, അത്യാവശ്യ ഘട്ടങ്ങളിലെ പണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നുള്ളൊരു ഹോസ്പിറ്റലൈസേഷൻ ആകാം, അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ തൊട്ടടുത്തുള്ളവരോ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കോ ആങ്ങളയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുകാരനോ പെട്ടെന്നൊരു പണത്തിൻ്റെ ആവശ്യകത വന്നു കഴിഞ്ഞാൽ, പണത്തിൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൻ്റെ മകള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി എന്തെങ്കിലും ആശുപത്രിക്ക് വേണ്ടി പണം നിങ്ങളോട് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ സേവിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഞാൻ 2 ലക്ഷം രൂപ മാസ വരുമാനമുണ്ട്, പക്ഷേ എനിക്ക് സേവിങ്സിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ മുഴുവൻ ചിലവാക്കി തീർക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ആകെ ഗുണമുള്ള രാജ്യത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് ആർക്കൊന്നും ഗുണമില്ല. കാരണം നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് രാജ്യത്തിന് എന്തായാലും ഗുണമുണ്ട്. കാരണം സ്പെൻഡിങ് ചെയ്യുന്നവരെയാണ് രാജ്യത്തിന് ആവശ്യം, രാജ്യത്തിന് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ആവശ്യം. പക്ഷേ നിങ്ങളെ കൊണ്ട് ഗുണമില്ല. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ അടുത്തിരിക്കുന്നവർക്കും ഗുണം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സേവ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയൂ. അതാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ട ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും ജീവിത സായാഹ്നങ്ങളിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നേടിത്തരും. ഇപ്പോൾ ഡിവിഡൻഡ് സ്റ്റോക്കുകളൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യമാണ്. ഡിവിഡൻഡ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ NPS നാഷണൽ പെൻഷൻ സ്കീം ഇങ്ങനെയൊക്കെ ഉള്ളത് ജീവിത സായാഹ്നങ്ങളിൽ നിങ്ങൾക്ക് ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ, മക്കളുടെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തമായി നിൽക്കാനുള്ള ഒരു സാമ്പത്തിക അടിത്തറ നിങ്ങൾക്ക് നൽകുന്നു ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ വഴി. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈ വാല്യൂ പർച്ചേസുകൾ എന്ന് പറയുമ്പം നിങ്ങൾ വലിയൊരു ഹോം തിയേറ്റർ സിസ്റ്റം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു SUV വാങ്ങിക്കുന്നു, ഒരു ഫോർച്യൂണർ വാങ്ങിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ചിലത് നിങ്ങളൊരു വേൾഡ് ടൂർ നടത്തണം. നിങ്ങളൊരു വേൾഡ് ടൂർ നടത്തുക, പല പല രാജ്യങ്ങൾ കാണുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ആവശ്യകതയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഭിലാഷമായോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോശമില്ലാത്ത ഒരു കോർപ്പസ് നിങ്ങൾ മാറ്റിവെച്ചാലേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെയും സമൂഹത്തിൻ്റെയും സുസ്ഥിരമായിട്ടുള്ള ഒരു നല്ലതിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം. കാരണം ഈ ഒരു ചോദ്യം പലരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒന്ന് ഇരുന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ തന്നെ എടുത്തിട്ട് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വരുമാനം ലഭിക്കുന്നു,
അതിൻ്റെ അകത്ത് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനം നിങ്ങൾ പലിശ ഇനത്തിൽ പേ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലരൊക്കെ ഒരു ഹൈ വാല്യൂ പർച്ചേസ് ചെയ്തിട്ട് വേൾഡ് ടൂർ നടത്തിയിട്ട് ഹോം തിയേറ്റർ സിസ്റ്റം വാങ്ങിച്ചിട്ട് ഇതൊക്കെ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് അത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രവണത ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുന്ന ഒരു ഹോം തിയേറ്റർ സിസ്റ്റം നിങ്ങളൊരു 1.25 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് സൈക്കിൾ വരുമ്പം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ചിലപ്പം ഒരു മാസം ഒരു 10,000 രൂപ കൊടുത്താൽ മതി അതങ്ങോട്ട് കൺവേർട്ട് ചെയ്തേക്കാം എന്ന് കരുതുന്നുണ്ടാവും. അതിനർത്ഥം നിങ്ങളൊരു 15 മുതൽ 24% വരെ പലിശ നിരക്കിലേക്കാണ് നിങ്ങളത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ അതേപോലെയുള്ള പലതും ഹോം ലോൺസ് ആകാം, ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺസ് ആകാം, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആകാം. ഇങ്ങനെയൊക്കെ ഏതൊക്കെ വഴിക്ക് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്രമാത്രം നിങ്ങൾ ഇൻട്രസ്റ്റ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് പേയിങ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ 15% കൂടുതലുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നിങ്ങൾ 1 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരാളാണെന്നിരിക്കട്ടെ, 15,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ എല്ലാ മാസവും പലിശ ഇനത്തിൽ മാത്രം നിങ്ങൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ, പലർക്കായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്ര സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല എന്നുള്ളതാണ്. എന്തോ വലിയ കുഴപ്പമാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്, അത്ര സുസ്ഥിരമല്ല എന്ന് തന്നെ വേണം നിങ്ങൾ കരുതാൻ. ഇതുപോലെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക ഒരു കുറച്ച് സമയം. നിങ്ങൾ വേണമെങ്കിൽ പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എക്സൽ ഷീറ്റൊക്കെ എടുത്തിട്ട് ഇരിക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും തുടങ്ങാൻ ആദ്യം ഒരു ബേസ് വേണം. ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി ചെയ്യുമ്പം വേണ്ട ബേസ് എന്ന് വെച്ചാൽ കുറച്ച് പൈസയാണ് ആദ്യം വേണ്ടത്. പൈസ എന്ന് വെച്ചാൽ ലിക്വിഡ് ക്യാഷ് തന്നെ. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലെങ്കിൽ, പലരും പറയുന്നത് കേൾക്കാം, ക്യാഷ് ഇല്ലെങ്കിൽ എന്താ കാർഡ് ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യത്തെ ബില്ല് വരുമ്പം തീർക്കാമല്ലോ, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടല്ലോ. അതല്ല, ക്യാഷ് തന്നെ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 5% നിങ്ങളൊരു ക്യാഷായിട്ട്, ലിക്വിഡ് ക്യാഷായിട്ട് കയ്യിൽ വെക്കുക. അപ്പോൾ ഈ ലിക്വിഡ് ക്യാഷ് എത്ര വേണമെന്നുള്ളതാണ് ചോദ്യം. വളരെ ലളിതമാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾക്കൊരു 6 മാസം നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാൻ വേണ്ട പണം എത്രയാണോ അത്രയും നിങ്ങൾ ക്യാഷായിട്ട് നിങ്ങളുടെ ബാങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഈ മാസം ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതുക, ഇനി അടുത്തത് ജൂണിലെ ഒരു ജോലി ലഭിക്കുകയുള്ളൂ. അത്രയും കാലം നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഉണ്ടെങ്കിൽ കുടുംബവും ജീവിക്കാൻ വേണ്ടിയുള്ള എത്ര പണം വേണം അത്രയും പണം നിങ്ങൾ ലിക്വിഡ് ക്യാഷായിട്ട് നിങ്ങൾ കരുതാൻ കഴിയുക. അതാണ് 4ാമത്തെ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ. കാരണം ഇതാണ് നിങ്ങളുടെ ആത്യന്തികമായി നിങ്ങളുടെ ബേസ്. ഈ ഒരു അടിസ്ഥാനം, അതായത് നമ്മളെല്ലാത്തിൻ്റെയും ഫൗണ്ടേഷനൊക്കെ, വീടിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ കിട്ടുന്ന പോലെ ഈ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതുണ്ടാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം, ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതും പെട്ടെന്ന് ശ്രമിക്കുക. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള അനാലിസിസാണ്. അതായത് നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ നിക്ഷേപങ്ങളും നിങ്ങൾ കമ്പയർ ചെയ്യാം. കടങ്ങളും നിക്ഷേപങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിക്ഷേപം ഉണ്ടാവും. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് FD ഒരു 20 ലക്ഷം രൂപ കിടപ്പുണ്ട്, അതേസമയം ഇപ്പുറത്ത് ഒരു 15 ലക്ഷം രൂപയുടെ ലോണും ഉണ്ടാവും. ലോണിന് പേ ചെയ്യുന്നത് ഏകദേശം 15% പലിശ നിരക്കിലായിരിക്കും. FD ഇവിടെ ലഭിക്കുന്നത് ചിലപ്പോൾ 6.5%. ഇതേപോലത്തെ ഒരു സേവിങ്സ് കൊണ്ട് കാര്യമില്ല. ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ FD ഉപയോഗിച്ച് നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം തിയററ്റിക്കൽ നിങ്ങൾക്കപ്പോൾ ലഭിക്കുന്നത് ഈ ലോണിന് കൊടുക്കുന്ന അത്രയും പണം നിങ്ങളുടെ FDയുടെ റിട്ടേൺസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കടബാധ്യതയും നിങ്ങളുടെ നിക്ഷേപങ്ങളും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് കടബാധ്യതയിൽ നിങ്ങൾക്ക് കൂടുതൽ പേ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ വരേണ്ടി വരും, ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഉപയോഗിച്ച് ആ കടം തീർക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക. കടം തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, കടം തീർക്കാൻ പോകുമ്പം നിങ്ങൾ ഒരു നെഗോസിയേഷന് പോവുക. ആരാണോ ലെൻഡർ, ബാങ്ക് ആകട്ടെ, NBFC ആകട്ടെ, ആരെങ്കിലും ആകട്ടെ, നിങ്ങൾ അവരോടൊരു നെഗോസിയേഷന് വേണ്ടി പോവുക. ഞാനിത് മൊത്തം അടയ്ക്കാം, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എത്ര രൂപയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അടച്ച് തീർക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ മറ്റൊരു നിക്ഷേപ പദ്ധതിയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടേക്കാം. എങ്കിൽ പോലും അതും നിങ്ങൾ അനലൈസ് ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അടയ്ക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും, എന്നാൽ ശരി സാറേ, ഒരു ബോണ്ട് എന്നാൽ എടുക്കുമല്ലേ എന്നൊക്കെ പറയും. ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിൻ്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഗവൺമെൻറ് ബോണ്ട്സ് എന്തെങ്കിലും എടുക്കല്ലേ എന്നൊക്കെ ചിലപ്പോൾ പറയും, NBFC ഒക്കെ ആണെങ്കിൽ. അതും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതും തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എന്തുമാത്രം നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുകയാണെങ്കിൽ ശരി, ഞാനൊരു 10 ലക്ഷം രൂപയുടെ ബോണ്ട് എടുക്കാം
എന്നാൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോൺ എന്താ പറയുന്നത് ക്ലോസ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളത് ചോദിക്കുക. അറ്റ്ലീസ്റ്റ് പ്രോസസ്സിംഗ് ചാർജെങ്കിലും അല്ലെങ്കിൽ പ്രീ ക്ലോഷർ ചാർജസ് എങ്കിലും വേവ് ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. കാരണം നിങ്ങളത് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല ലോൺ എടുക്കുമ്പോഴും ലോൺ പ്രീ ക്ലോഷർ ചെയ്യുമ്പോഴും. കാരണം നിങ്ങൾ എന്ത് സാധനവും വാങ്ങിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നവരല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ മാത്രമായിട്ട് നിങ്ങൾ മസിൽ പിടിച്ച് എയർ പിടിച്ചിട്ട് ഞാൻ മാന്യനാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. എൻഡ് ഓഫ് ദ ഡേ മണി ഡസ് മാറ്റർ. അപ്പോൾ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു ഇടത്തരം ഫാമിലിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യമില്ലാത്ത സാധനം എന്ന് പറയുമ്പോൾ വീട്ടിൽ കിടക്കുന്ന പലതും സ്ക്രാപ്പ് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഞാൻ പലപ്പോഴും പലരെയും കണ്ടിട്ടുണ്ട് വീടിൻ്റെ അകത്തൊക്കെ ആദ്യം വാങ്ങിച്ച കാറ് ചിലപ്പോൾ ഒരു എന്താ പറയുക മാരുതി 800 പോലെ ആയിരിക്കും, അതും ഉണ്ടാകും. അത് രണ്ടാമത് വാങ്ങിച്ച കാറ് വല്ല സ്വിഫ്റ്റ് ആയിരിക്കും, അതും ഉണ്ടാവും. മൂന്നാമത് വാങ്ങിച്ച വല്ല SUV-യോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരു ഫോർച്യൂണർ പോലെയോ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകും. അതും ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. വീട്ടിൽ ഭാര്യയും ഒരു കുട്ടിയും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ 3 കാറും സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഓടിക്കുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ ഒരു ലയബിലിറ്റീസായി വരും. കാരണം എല്ലാ ലോണിനും നിങ്ങൾ ഇൻഷുറൻസും അടയ്ക്കണം, അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ നിങ്ങൾ കൊണ്ടുപോയി നടക്കണം. അപ്പോൾ നിങ്ങൾ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരൊറ്റ കാറിൽ തന്നെ പോകാനോ ഇറങ്ങാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് എങ്കിൽ ബാക്കി 2 കാറും നിങ്ങൾ ഡിസ്പോസ് ചെയ്യുക, കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തൊഴിവാക്കുക. കാരണം അതും നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഒരാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെ കാർ വാങ്ങിക്കണമെന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം നിങ്ങളൊരു വലിയ സിറ്റിയിൽ താമസിക്കുന്ന ആളാണ്, തൊട്ടടുത്ത് മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ യൂബർ കിട്ടും, അല്ലെങ്കിൽ കാർ റെൻറ്റിനെടുക്കാൻ കഴിയും. പല ഓട്ടോമൊബൈൽ കമ്പനികളും ഇപ്പം റെൻറ്റിന് കാറും കൊടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെയുള്ളൊരു സാധ്യതകൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ചെറിയൊരു കാർ വാങ്ങിച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വിവേകപൂർവ്വം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ആ വകയും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് പണം സേവ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രായം ഒരു 40 ഇൻ ആൻഡ് അറൗണ്ട് ആയതുകൊണ്ടാണ്. കാരണം ഓപ്റ്റിമൈസേഷൻ അതാണ് ഈ ഒരു പ്രായത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടത് കാര്യം. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 75-15-10 റൂളാണ്. അതായത് മൊത്തം നിങ്ങളുടെ വരുമാനത്തിൻ്റെ 75% മാത്രമേ നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്യാവുള്ളൂ. 15% നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിക്ഷേപങ്ങൾക്ക്, ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഉപയോഗിക്കുക. 10% നിങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ സേവിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാൻ വേണ്ട പണം കൂടുതൽ കൂട്ടി വയ്ക്കാതിരിക്കുക. ഒരു 6 മാസം കഴിഞ്ഞാൽ അതിൽ കൂടുതലുള്ളത് വീണ്ടും നിങ്ങൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആ ഒരു 15% കൂടെ ആഡ് ചെയ്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതേപോലത്തെ ഒരു സ്കീം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സെപ്പറേറ്റ് 3 ബാങ്ക് അക്കൗണ്ട്സ് യൂസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഈ 75% മാറ്റി വെക്കുമ്പോൾ അത് നിങ്ങളുടെ സാലറി അക്കൗണ്ട് തന്നെ ഉപയോഗിക്കാം. ബാക്കി 2-നും വേണ്ടിയിട്ട് 2 ബാങ്ക് അക്കൗണ്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്കൊരു കോമിംഗ്ലിങ്, സാധാരണ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൻ്റെ അകത്തൊക്കെ അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യമാണ്. കോമിംഗ്ലിങ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കൂടി എടുത്ത് അവസാനം വരുമ്പം ഒരു നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് എത്തിവരും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും ഫാമിലിയുടെ അവസ്ഥകളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളൊന്ന് ഫസ്റ്റ് അനലൈസ് ചെയ്യാം. അതാണ് 8ാമത്തെ സ്റ്റെപ്പ്. ഈ അനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർ ഇൻഷുർഡ് അല്ല എന്ന് കരുതുക. ഏജ് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു അച്ഛനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട്, അമ്മയ്ക്കോ അച്ഛനൊക്കെ 80 വയസ്സായി, അവർക്കൊന്നും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല. കാരണം ആ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കില്ല. അപ്പോൾ ഇല്ല. അപ്പോൾ അവർക്ക് ഏത് സമയവും നിങ്ങൾക്ക് വലിയൊരു മെഡിക്കൽ എക്സ്പെൻസ് വന്നേക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു 10 വർഷത്തെ ടാക്സ് സേവിംഗ് ആണെന്നും പറഞ്ഞിട്ട് ഒരു FDയിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യം വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ ലിക്വിഡിറ്റി എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പണമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്താൻ. പെട്ടെന്നെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വേണം. അല്ലാതെ 10 വർഷത്തെ ഇട്ട് 6 വർഷം 8 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് ആ ഒരു പ്രീ ക്ലോഷർ ചെയ്യേണ്ടി വന്ന FD എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും. അപ്പോൾ ലിക്വിഡിറ്റി, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലിക്വിഡിറ്റി, നിങ്ങൾക്ക് അനുയോജ്യമായ ലിക്വിഡിറ്റി നൽകുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് 7ാമത്തെ സ്റ്റെപ്പ്. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് 2 തവണ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ചോദിക്കേണ്ട ആവശ്യം, ഇത് വളരെ ആവശ്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ? കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എയർപോർട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വലിയൊരു വേ ഓഫ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കറങ്ങി നടക്കും എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പല ലക്ഷറി ബ്രാൻഡ്സിൻ്റെയൊക്കെ ഷോപ്പുകൾ ഒക്കെ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഒരിക്കലും വാച്ച് കെട്ടാത്ത ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ ടാഗിയറിൻ്റെയോ റൈഡോടെയൊക്കെ അതിൻ്റെ അകത്തൊക്കെ കയറി വാച്ചൊക്കെ കാണും, ഒക്കെ എടുത്തൊക്കെ ഇങ്ങനെ നോക്കും. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടിട്ട് ചിലതൊക്കെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കും. ഋത്തിക് റോഷൻ വാച്ച് കെട്ടി നടക്കുന്ന പോലെ നമ്മളും വാച്ച് കെട്ടി നടന്ന ആളുകളെ നമ്മളെങ്ങനെ നോക്കും എന്നൊക്കെ വിചാരിച്ചൊക്കെ നമ്മളെ തന്നെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കും. അപ്പോൾ വിചാരിക്കും എന്നാൽ ശരി ഇത് വാങ്ങിച്ചേക്കാം, ഏതായാലും സമയവും കുറേയുണ്ട്. പണ്ടത്തെ പോലെ ആരും കയ്യിൽ ക്യാഷ് ഇല്ലാത്ത പ്രശ്നമില്ല, എല്ലാവരുടെ അടുത്തും കാർഡൊക്കെ ഉണ്ടാവും, കാർഡ് കൊടുക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ ഈ വാച്ച് അതിന് ശേഷം ഒരു വർഷത്തിൽ 2 തവണ പോലും ചിലപ്പോൾ പലരും കെട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു. നിങ്ങൾ ആ സ്പെൻഡ് ചെയ്ത പണം നിങ്ങൾക്ക് പലപ്പോഴും വേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 തവണ ആലോചിക്കുക, ഇത് ശരിക്കും എനിക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഇതിനുണ്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആലോചിക്കുക. പിന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട മറ്റൊരു രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ മറ്റ് ചില എക്സ്പെൻസസ് ഒക്കെ എനിക്ക് വരുമോ ഇതുകൊണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാരുതി 800 ആണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഫോർച്യൂണർ വാങ്ങിച്ചേക്കാം, അപ്പോൾ അല്ലെങ്കിൽ ടൊയോട്ട ആൾട്ടിസ് വാങ്ങിച്ചേക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ചിലപ്പം മാരുതി 800 അത്ര മൈലേജ് നിങ്ങൾക്ക് കിട്ടില്ല ഫോർച്യൂണറിന്. മാരുതി 800 നിങ്ങൾക്ക് 15 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ചിലപ്പോൾ 10 ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 33% നിങ്ങൾ കൂടുതൽ ഫ്യൂൽ എക്സ്പെൻസിൻ്റെ മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതാണ് അസോസിയേറ്റഡ് എക്സ്പെൻസ്. എല്ലാ വർഷവും നിങ്ങൾ മാരുതി 800 നൽകുന്ന ഇൻഷുറൻസ് പ്രീമിയം പോരാ ഫോർച്യൂണറിന് നിങ്ങൾ നൽകേണ്ടത്. ഇങ്ങനത്തെ അസോസിയേറ്റഡ് എക്സ്പെൻസ് എന്തൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വരും. ഇത് വാങ്ങിക്കുന്നൊരു ചിലവ് മാത്രമല്ല, ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചിലവുകളും എന്തൊക്കെ നിങ്ങളുടെ വരുമാനത്തെ കാർന്ന് തിന്ന് കളയുമെന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ കാർന്ന് തിന്നുന്ന കൂടുതലായിട്ട് വരുന്ന എക്സ്പെൻസ് അത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പ്ലാനുകളെ, സേവിങ്സ് പ്ലാനുകളെ എങ്ങനെ ബാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് 5000 രൂപ നഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഈ 5000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ അകത്ത് നിന്ന് കുറയുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങളൊരു പുതിയൊരു സ്പെൻഡിങ്ങിന് പോകുമ്പോൾ. 10ാമത്തെ സ്റ്റെപ്പ് വളരെ ലളിതമാണ്. 40-ാം വയസ്സൊക്കെ എത്തിക്കഴിയുമ്പോൾ സുസ്ഥിരമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ വരുമാനം ലഭിക്കുന്ന പുതിയ ഓപ്ഷൻസ് നോക്കുക. അത് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഇതത്ര എളുപ്പമായിരിക്കില്ല. കാരണം നിങ്ങളൊരു 40-ാം വയസ്സിലൊക്കെയാണ് നിങ്ങളൊരു മിഡ് ലെവൽ മാനേജറിയൽ പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ വരുമാനം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ജോലിക്ക് നോക്കുന്നതൊക്കെ പലപ്പോഴും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് റീലൊക്കേഷൻ എന്നൊക്കെ പറയുന്നതും അത്ര എളുപ്പമായിരിക്കത്തില്ല. കാരണം നിങ്ങൾ കൊച്ചിയിൽ നിന്നിപ്പം നിങ്ങൾ ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം കുട്ടികളുടെ പഠിത്തം, ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി, ഇതെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. എങ്കിൽ പോലും വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 40ാമത്തെ വയസ്സിൽ പലർക്കും വന്നു ഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്സ്കില്ലിങ്. പുതിയ നൈപുണ്യങ്ങൾ നേടിയെടുത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ട ഒരു ജോലിയിലേക്ക് പോകാനുള്ള വിമുഖത. കാരണം കഴിഞ്ഞൊരു 15 വർഷം 20 വർഷങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഉണ്ടാവും. ആ ജോലിയിൽ തന്നെ ഇരുന്ന് റിട്ടയർ ആവാനായിരിക്കും പലർക്കും ഇഷ്ടം, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രം. പക്ഷേ നിങ്ങളെക്കാളും ചെറുപ്പക്കാരായിട്ട് വന്ന് കയറിയവർ തന്നെ അവരുടെ സ്കിൽ സെറ്റ്, അവരുടെ നൈപുണ്യങ്ങൾ കൂടിയത് കൊണ്ട് മാത്രം നിങ്ങളെക്കാളും ചിലപ്പോൾ കൂടുതൽ വരുമാനം, കൂടുതൽ ശമ്പളം ലഭിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടാണിത്? കാരണം നിങ്ങൾക്ക് നൈപുണ്യങ്ങൾ നേടിയെടുത്ത് നിങ്ങളെ കൂടുതൽ വിലപ്പെട്ട ആളാക്കി മാറ്റാനുള്ള വൈമുഖ്യം കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളെ തന്നെ ശ്രമിക്കുക. അതുവഴി നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്ന കമ്പനിയിൽ തന്നെ ഒരു പേ സ്കെയിൽ ഹൈക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുക. അവസാനമായിട്ട് 10ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ റിസ്ക്കുകളെല്ലാം നിങ്ങൾ ഹെഡ്ജ് ചെയ്യാൻ നോക്കുക. റിസ്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റിസ്ക്? നിങ്ങൾ മുൻപിൽ കാണാത്ത ചിലവുകളാണ് ഏറ്റവും വലിയ റിസ്ക്. ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, അതൊക്കെയാണ് ഏറ്റവും വലിയ റിസ്ക്. ഇതിനുവേണ്ടി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കപ്പെടാത്ത ചിലവുകളെല്ലാം കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായത്തിൽ കുറച്ചൊരു അറിവുകൾ ലഭിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു തെറ്റും കൊണ്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.